അടിച്ച് ഗൈസ്. അപ്പം നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചൂണ്ട അപ്പോൾ നമ്മുടെ മുടയുടെ ഫ്രോഗിലാണ് കിട്ടിയത്. ബ്രാവോടെ അതായത് കേട്ടോ ഉക്കപ്പ കണ്ട വലിയ വരാലടിച്ചപ്പോൾ മെഴുകി കളഞ്ഞു ഗൈസ്. നമുക്ക് അടുത്ത വരാലി. അപ്പോൾ നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയി. ഇത് കണ്ടതേ വരാലടിച്ചപ്പം തന്നെ അതെ നമ്മുടെ ചൂണ്ടയുടെ അതെ ഇത് ഒടിഞ്ഞു പോയത്. ഇതേലും ഇരിക്കുന്നത് കണ്ട ഒരു വരാൽ മിസ്സായി. അപ്പം എന്തേ വെളുപ്പിനെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് ചൂണ്ടയൊക്കെ ആയിട്ട് എടുത്തിരിക്കുക കണ്ട നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് ഈയിടക്ക് ഒരു 4 വരാലിനെ കിട്ടിയായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഫുള്ള് പോള കയറി കിടക്കുമായിരുന്നു. ഇത് കണ്ടത് ഇപ്പം തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് വരാലിൻ്റെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്നെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലതേ വെളുപ്പിനെ ഒരു 6 മണി സമയമാണ്. നമ്മളിത് കാസ്റ്റിങ് ചെയ്യാനായിട്ട് പോവുക. നാടൻ വരാലിനെ നോക്കും. നമ്മുടെ ബ്രാവോടെ മുടയുടെ ഫ്രോഗ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേ കണ്ട ആ ഫ്രോഗ് നല്ലപോലെ രാത്രി കാണാൻ പറ്റും. ഇതേ കണ്ട. അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം. അടിച്ച് ഗൈസ്. അപ്പം നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചൂണ്ട എൻ്റെ പൊന്നെ മോനെ നമുക്കടിച്ച വരാലിനെ കണ്ട നമ്മുടെ വീടിൻ്റെ പുറകിൽ വരാലിനെ കാണിച്ചിരുന്നേ. നമുക്ക് എൻ്റെ വീടിൻ്റെ പുറകിൽ നിന്ന് അടിച്ച വരാലിനെ കാണിച്ചിരുന്നേ. പെട്ടെന്നുള്ള റെഡിയായിരുന്നു. പിടക്കാതെ നല്ല തലക്ക് തന്നെ വണ്ണം കണ്ടത്. കണ്ട വരാല്ല ഫ്രോഗ് അങ്ങ് അടിച്ച് അണ്ണാക്കിലാക്കിയത്. നല്ല മുഴുത്ത വരാല് കാലൊക്കെ വെച്ച് കാണിക്കരുത്. ഇതുണ്ട് കാലിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ട്. സൈസ് നാടൻ വരാല് എൻ്റെ അപ്പൂന്നെ നമ്മുടെ വീടിൻ്റെ പുറകിൽ. അപ്പോൾ നമുക്കിത് ഇന്നും ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമുക്കൊരു 3-4 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ സ്പോട്ടിൽ നിന്ന് അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 3 വരാലുണ്ട്. കാണാൻ പറ്റുന്നറിയില്ല. 1, 2, 3 ഇത് 3 വരാലും നമുക്ക് ഇന്നലെ വെളുപ്പിനെ ഇവിടെ കിട്ടി. നമ്മളെല്ലാ ദിവസവും വെളുപ്പിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കിട്ടിയ വരാലിനെ കണ്ട പോതളം വരാല്. അത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുടയുടെ ഫ്രോഗിലാണ് കിട്ടിയത്. ബ്രാവോടെ അതായത് കണ്ട ഉക്കപ്പ കണ്ട വലിയ വരാലടിച്ചപ്പോൾ മെഴുകി കളഞ്ഞു. ഇപ്പോൾ ഈ ഫ്രോഗ് വേണ്ടവർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. ഗൈസ് നമുക്ക് അടുത്ത വരാലി. ഉമ്മേ ഇട്ടുപോയി ഒരെണ്ണം. ഈ ചൂണ്ടത് ഒടിഞ്ഞെന്ന് ഇടാൻ പറ്റുന്നില്ല.
ശേ, അപ്പോൾ നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയി. ഇത് കണ്ടത് വരാലടിച്ചപ്പം തന്നെ അതെ നമ്മുടെ ചൂണ്ടയുടെ അതെ ഇതൊടിഞ്ഞു പോയത്. ഇതായാലും ഇരിക്കുന്നത് കണ്ട അവർ വരാൽ മിസ്സായി. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പം ചൂണ്ട ഇട്ടത്. എന്നിട്ട് വരെ വരാലിനെ കിട്ടിയില്ല. കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് ഇന്നലെ ഒരു വരാൽ കിട്ടിയപ്പോൾ നമ്മുടെ ചൂണ്ടയുടെ ഈ ഭാഗം ഒടിഞ്ഞു പോയായിരുന്നു റീലിൻ്റെ. അപ്പോൾ നമ്മൾ ആ വലിയ വരാല അത് കഴിഞ്ഞ് നമുക്ക് 2-3 വരാലെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല, നമ്മൾ വീടിൻ്റെ പറയുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വെളുപ്പിനെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുണ്ടത് നമ്മുടെ ചൂണ്ടയൊക്കുന്നത് ബ്രൈഡ് കൊണ്ടൊക്കെ കെട്ടി വെച്ച് നമുക്ക് ഇന്നും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കും. വല്ലതും കിട്ടുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കൂട്ടത്തിലുള്ളൊരു വീഡിയോ കൂടെ ആക്കി ഇതിലിട്ടേക്കാം. അപ്പം ഗൈസ് നമുക്കൊരു വരാൽ കിട്ടിയിട്ടുണ്ട്. കണ്ട അപ്പോൾ നമ്മുടെ ബ്രാവോടെ നമ്മുടെ ബ്രാവോടെ പാണ്ട മോഡ ഫ്രോഗിൽ നമ്മുടെ ഒടിഞ്ഞ ചൂണ്ടയിലൊരു വരാൽ, നാടൻ വരാൽ. നമ്മുടെ വീടിൻ്റെ പുറയിൽ വയറൊക്കെ വീർത്തിരിക്കും. മുട്ടയിടാൻ നിന്ന് വരാലാണ് അറിയത്തില്ല. കണ്ടോ, കാണാൻ പറ്റുമോ അറിയത്തില്ല. അപ്പോൾ നമുക്കിതിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ബക്കറ്റിൽ വല്ല ഇടാം. അപ്പം മിനിഞ്ഞാന്ന് നമ്മുടെ ചൂണ്ട ഒടിച്ചുകൊണ്ട് പോയ സെയിം തോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വരാൽ കിട്ടിയത്.